ഹലോ, എല്ലാവർക്കും മമ്മ ഫീഡ്സിലേക്ക് സ്വാഗതം. എല്ലാ അമ്മമാർക്കും വളരെ ഉപകാരപ്രദമാകുന്ന ഒരു ഇൻസ്റ്റന്റ് സെർലാക്ക് ആണെന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ആ ബെല്ലൈക്കൺ കൂടി അമർത്താനും മറക്കരുത്. വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ ഈ സെർലാക്ക് ഉണ്ടാക്കുന്നത്. 1 കപ്പ് വെള്ള അവിലും 1 കപ്പ് പൊട്ടുകടലയും 1 ഏലക്കയും മാത്രം മതി. ഞാനിവിടെ ഒരു നോൺ സ്റ്റിക്ക് പാനാണ് യൂസ് ചെയ്യുന്നത്. പാൻ ചൂടായതിനു ശേഷം നമുക്ക് വെള്ളവിലിട്ട് നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. ഇതിൽ പ്രിസർവേഷൻ കെമിക്കൽസ് ഇല്ല, സോൾട്ടും ഷുഗറും ഇല്ല. അതിനാൽ 100% നാച്ചുറലും സേഫുമാണ്. അടി പിടിക്കാതിരിക്കാൻ കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കണം. അവിലിൻ്റെ കളർ മാറി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ റോസ്റ്റ് ചെയ്തെടുക്കാം. ഇനി ഈ അവിൽ ഒരു പ്ലേറ്റിലോട്ട് മാറ്റി വെച്ചതിന് ശേഷം ഈ സെയിം പാനിൽ പൊട്ടുകടല റോസ്റ്റ് ചെയ്തെടുക്കണം. പൊട്ടുകടലയിൽ നല്ല പ്രോട്ടീൻ സോഴ്സും അയൺ കണ്ടൻറ്റും ഫൈബർ കണ്ടൻറ്റും ഒക്കെയുണ്ട്. ഇത് മസ്കിൾ ഡെവലപ്മെൻറ്റിനും ബ്രെയിൻ ഡെവലപ്മെൻറ്റിനും ദഹനം നന്നായി നടക്കാനും സഹായിക്കും. പിന്നെ ഈ പൊട്ടുകടലയിലോട്ട് 1 ഏലക്കയുടെ സീഡ്സ് ചേർത്തതിന് ശേഷം നന്നായി റോസ്റ്റ് ചെയ്തെടുക്കാം. പൊട്ടുകടലയുടെ കളർ മാറി വന്നിട്ടുണ്ട്, ഒരു ഗോൾഡൻ ബ്രൗൺ കളറായി. ഇതാണ് ഇതിൻ്റെ പാകമായ രൂപം. റോസ്റ്റ് ചെയ്തെടുത്ത കടലയും നേരത്തെ മാറ്റി വെച്ച അവിലിലോട്ട് ചേർക്കാം. അവിലൊക്കെ നന്നായി റോസ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി ഒരു ചെറിയ ജാറിലോട്ടിട്ട് നന്നായി പൊടിച്ചെടുക്കണം. മിക്സ്ചർ ജാറിലും സെർലാക്ക് സൂക്ഷിച്ച് വെക്കാൻ ഉപയോഗിക്കുന്ന കണ്ടെയ്നറിലും നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണിലും ഒരു കാരണവശാലും ഈർപ്പം പാടില്ല. ഈർപ്പം ഉണ്ടെങ്കിൽ പെട്ടെന്ന് സെർലാക്ക് കേടുവന്നു പോകും. അങ്ങനെ നമ്മുടെ സെർലാക്ക് നന്നായി പൊടിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഒരു അരിപ്പ ഉപയോഗിച്ച് നന്നായി അരിച്ചെടുക്കണം. 6 മാസം മുതലുള്ള കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു പെർഫെക്റ്റ് ഇൻസ്റ്റന്റ് സെർലാക്ക് ആണ് കേട്ടോ ഇത്. അതുകൊണ്ട് തന്നെ ഒരു ചെറിയ തരി ഉണ്ടെങ്കിൽ പോലും കുട്ടിയുടെ തൊണ്ടയിൽ കുടുങ്ങാനോ വലിയ അപകടങ്ങൾ ഉണ്ടാവാനോ ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് അരിച്ചെടുക്കണം എന്ന് പറയുന്നത്. നന്നായി പൊടിച്ചെടുത്ത പൊടിയായിരുന്നു കേട്ടോ, എന്നിട്ട് പോലും ഇത്ര തരിയുണ്ട്. അപ്പോൾ നമ്മുടെ ഈ സെർലാക്ക് ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിലോട്ട് മാറ്റാം. ഇതിൽ അയൺ, സിങ്ക്, മിനറൽസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട്. ഇത് ബ്രെയിൻ ഡെവലപ്മെൻറ്റിന് സഹായിക്കും. ഇനി നമുക്ക് എങ്ങനെയാണ് കുട്ടിക്ക് ഈ സെർലാക്ക് കൊടുക്കേണ്ടത് എന്ന് നോക്കാം. ഇവിടെ ഞാൻ സെർലാക്ക് മിക്സ് ചെയ്യാൻ ഒരു സ്റ്റീലിൻ്റെ പാത്രമാണ് ഉപയോഗിക്കുന്നത്. സ്റ്റീലിൻ്റെ അല്ലെങ്കിൽ ഗ്ലാസിൻ്റെ പാത്രം ഉപയോഗിക്കുക. പ്ലാസ്റ്റിക് പാത്രമാണെങ്കിൽ ചൂടുവെള്ളം ഒഴിക്കുമ്പോൾ ഉരുകാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഞാൻ ഒരു 4 സ്പൂൺ സെർലാക്ക് എടുത്തിട്ടുണ്ട്. അതിലോട്ട് ചൂടുവെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് 5 മിനിറ്റ് അടച്ച് വെക്കാം. അപ്പോൾ നമ്മുടെ സെർലാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഫുഡ് കൊടുക്കുന്നത് എങ്കിൽ 3 ഡേ റൂള് പ്രകാരം 3 ദിവസം കുറഞ്ഞ അളവിൽ ഭക്ഷണം കൊടുത്തു നോക്കി അലർജി ഒന്നുമില്ല എന്ന് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് കണ്ടിന്യൂ ചെയ്യാൻ പാടുള്ളൂ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അഭിപ്രായങ്ങൾ കമൻറ്റ് വഴി അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.